ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബി സുഷൻ. നമ്മൾ എല്ലാവരും ഗൂഗിൾ മാപ്സ് ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെ. എങ്ങോട്ടെങ്കിലും ഒന്ന് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് ഗൂഗിൾ മാപ്പ്. പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്ന ഗൂഗിൾ മാപ്പ് അതിൽ നമുക്ക് പലർക്കും അറിയാത്ത ഒരു ചെറിയൊരു ടെക്നിക്കാണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിലേക്ക് പോവാണ്, മുഹൂർത്തം ഇത്ര സമയത്താണ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു മരണ വീട്ടിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ് എന്തിന് പോകുന്ന സമയത്ത് നമുക്ക് ആ കൃത്യ സമയത്ത് നമുക്ക് അവിടെ എത്താം. അപ്പൊ നമുക്കൊരു ടെൻഷനാണ്, നമുക്ക് ഇപ്പൊ പുറപ്പെട്ടാൽ നമുക്ക് ആ സമയത്ത് അവിടെ എത്താൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെൻഷനുള്ള ആളുകളൊക്കെ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ട് ഓപ്ഷൻ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരേക്കാണ്, എങ്കിലും അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ അടിപൊളി ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്സ്, നമുക്ക് സാധാരണ നമ്മുടെ ഗൂഗിളിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഗൂഗിളിന്റെ ആ ഒരു ഫോൾഡറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്സ് കാണാൻ സാധിക്കും. ഇനി അഥവാ അങ്ങനെ കാണാത്തവരാണെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ഓപ്ഷനിൽ ഗൂഗിൾ മാപ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇനി ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് ഉണ്ടോ നോക്കുക, അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അപ്ഡേറ്റ് ഒക്കെ ഓക്കെയാണ്. ഇവിടെ ഓപ്പൺ കൊടുത്തു. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇന്റർഫേസിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കണ്ടില്ലേ ചെറിയൊരു ലോഗോ കണ്ടില്ലേ, ഡയറക്ഷൻ. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ യുവർ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ആ ലൊക്കേഷനിൽ ഞാൻ എന്റെ ലൊക്കേഷൻ കൊടുക്കുകയാണ്. ഞാൻ കോഴിക്കോടാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം ചൂസ് ഡെസ്റ്റിനേഷൻ, നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ പോകേണ്ടത് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ എറണാകുളം കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ പോകേണ്ടത്, ഒരു ഹൗസ് വാമിങ്ങിനൊക്കെ എത്ര ടൈമിന് കറക്റ്റ് ആയിട്ട് അവിടെ എത്തുമോ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ആയിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങൾ അതാണ് വേണ്ടത്. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു ഇന്റർഫേസിലേക്ക് വന്നാൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് കാണുന്നില്ലേ, ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് സെറ്റ് ഡിപ്പാർട്ടർ അറൈവ് ടൈം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആ സ്ഥലത്തേക്ക്, എറണാകുളത്തേക്ക് അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് എവിടേക്കാണെങ്കിലും അവിടെ എത്ര മണിക്ക് എത്താൻ പറ്റും, അതിന് ഞാൻ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടിപൊളി ഒരു ഓപ്ഷനാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അറൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ലേ, ലീവിന്റെ തൊട്ടടുത്ത് അറൈവിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക നിങ്ങൾക്ക് എത്ര മണിക്കാണ് അവിടെ എത്തേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്ക് അവിടെ എത്ര മണിക്ക് എത്തണം? ഞാൻ ഇവിടെ ഒരു 11 മണിക്ക് എത്താണ്. അതായത് ഒരു ഹൗസ് വാമിങ്ങിനാണ് പോകേണ്ടത്. എനിക്ക് 11 മണിക്ക് അവിടെ എത്തണം. അപ്പൊ ഞാൻ ഇവിടെ കറക്റ്റ് ആയിട്ട് ഇവിടെ ടൈം ടൈപ്പ് ചെയ്ത് കൊടുത്തു. 11 ടൈപ്പ് ചെയ്തു, പിന്നെ ഇവിടെ 00. ഓക്കെ, 11 മണിക്ക്, രാത്രി ഒരു 11 മണിയാകുമ്പോൾ അവിടെ എത്തണം എന്നാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. പിറ്റേന്ന് രാവിലെയാണ്, അതുകൊണ്ട് ഞാൻ രാത്രി ഒരു 11 മണിയാകുമ്പോൾ അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഇവിടെ താഴെ സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു ഓപ്ഷൻ ആണ്. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇവിടെ കണ്ടില്ലേ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടിപ്പിക്കലി 4 മണിക്കൂർ 10 മിനിറ്റ് ആണ് സാധാരണ എടുക്കുന്ന ടൈം. ഇവിടെ നമുക്ക് അതിന്റെ തൊട്ട താഴെയായിട്ട് കാണിക്കുന്നുണ്ട് ഏകദേശം 5 മണി ആവുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പൊ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാല് എത്ര മണിക്ക്? 11 മണിക്ക് കൃത്യമായിട്ട് അവിടെ എത്താൻ പറ്റും. അതായത് 5 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങിയാൽ കൃത്യമായിട്ട് 11 മണിക്ക് എത്താൻ പറ്റും. ഇനി നിങ്ങൾ കാറിലാണ് പോകുന്നതെങ്കിൽ കാണിക്കുന്നതിന്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ബൈക്കിലാണെങ്കിൽ 4 മണിക്കൂർ മേലെ കാണിക്കുന്നുണ്ട്. ബസ്സിലാണെങ്കിൽ നടന്നിട്ടാണെങ്കിലും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് വളരെ യാത്ര വളരെ കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ധൈര്യമായി